അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് പറയാനുള്ളത് നമ്മളെ അപ്പിൻ്റെ മയ്യത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. ആ ഒരു ഇടങ്ങേറിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നത്. അപ്പോൾ പഠിച്ചോൻ നമ്മളെ പ്രാർത്ഥന കേൾക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചീയപ്പമാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ അരിയൊക്കെ അരച്ച് നമ്മൾ പാർന്നിക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം വെള്ളം ഏറിയാലും പറ്റില്ല കേട്ടോ. ഏറിയാൽ പിന്നെ ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാത്ത മാതിരിയൊക്കെ ഇക്കാരം. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ പാർന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ മാവൊക്കെ ശരിയായിക്കണേ. ഇനി നമുക്ക് വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ണൂറൊക്കെ വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്താ ഏതാന്നൊക്കെ നോക്കാനേ. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ ഓലക്കൊടി വെച്ചു. പിന്നെ വിറകൊക്കെ ചുള്ളി വിറകൊക്കെ പൊട്ടിച്ച് വെച്ചെടുത്തു. പിന്നെ നമ്മൾ കടലാസ് കത്തിച്ചിട്ട് നമ്മൾ വെച്ചെടുത്തണം കേട്ടോ. ഇനി തിജ്ജ് അങ്ങനെ കത്തട്ടെ. ഇനി നമുക്ക് നമ്മളെ ചട്ടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിക്കണം കേട്ടോ. അപ്പം നമ്മൾ പൊടി പഞ്ചാര ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചായപ്പൊടി ഉള്ളത് നമ്മൾ ഇതാണ് കൊടുന്നിരിക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടിൻ്റെ പേക്കാണ് കൊടുന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ അയലാണ് ഞങ്ങളപ്പോൾ എന്താ എടുക്കുന്നത് ഏതാ എടുക്കുന്നത് ഒന്നും ഒരു നിച്ചല്ലാത്ത മാതിരിയാണ്. ഇപ്പോൾ കൊണ്ടുവന്ന് നോക്കുമ്പോഴേ കാരം മനസ്സിലാകാതല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചായപ്പൊടിയും പഞ്ചാരിയൊക്കെ ഇട്ടു. ചായൻ്റെ വെള്ളം തിളച്ചു വാങ്ങി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചട്ടി വെച്ചിക്കണ് അപ്പം ചൂടാൻ. ഇനി നമുക്ക് തിരിച്ച് നല്ലോണം കത്തിച്ചെടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് എണ്ണ തേച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതാക്കണ് നമ്മൾ അപ്പം പാരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അപ്പം ചൂടുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഒരു അപ്പം ആയിക്കണേ. ഇനി നമുക്ക് അതാണ്ട് എടുക്കാം. ഉണ്ടല്ലോ നമുക്ക് മാവ് ഉസാറായി വന്നാൽ അപ്പോൾ നല്ല ഉസാറായിക്കാരം ചുട്ടെടുത്താൽ ഒരു ഒട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമുക്കിനി മറ്റേ അപ്പങ്ങളൊക്കെ അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാക്കണേ മറ്റേ അപ്പവും പാർന്നിക്കണേ. ഇനി അതവിടെ വേകട്ടെ. പിന്നെ നമ്മൾ എന്താട്ടി നമുക്ക് ഇനി ചട്ടിനി ഉണ്ടാക്കണം കേട്ടോ. പച്ചമുളകും തേങ്ങയും ഒക്കെ ചിരകി വെച്ചിക്കണേ എടുത്തിട്ട് നമ്മൾ മിക്സിക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് അരച്ച് വരട്ടെ. പിന്നെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് ചട്ടിയൊക്കെ വാങ്ങി വെച്ചിക്കണം കേട്ടോ. അപ്പം ഇനി ചോറ് വെക്കുകയാണ്. അപ്പം നമ്മളെ ജിനുവിന് ഇന്ന് കടണ്ട്. അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകണം. അപ്പം അതിന് നമ്മൾ തിരിച്ചത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് വെക്കലുള്ളൂ. അപ്പോൾ അവന് കൊണ്ടുപോകണമല്ലോ, അത് എഴുതിയിട്ടാണ് നമ്മൾ വേഗം തിരിച്ചൊക്കെ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിനിക്കില്ലേ നമ്മൾ തേങ്ങയും പച്ചമുളകൊക്കെ അരിച്ചേക്കണം കേട്ടോ. ഇനി പിന്നെ നമ്മളെന്താട്ടി എണ്ണ ചൂടായി കടുകിട്ടു കരിയേപ്പിട്ടു കേട്ടോ. ഇനി നമുക്ക് നമ്മളെ തേങ്ങ അരച്ചുണ്ടല്ലോ അതും കൂടിയാണ് പാർന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കരുതണുണ്ടാവും എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളത്. എന്നാലും ഇപ്പം നമ്മളെ കുടിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ എന്നും ഇങ്ങനെ കാണിച്ചു തരുന്നതല്ലേ. അപ്പം അങ്ങനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ നെല്ലുത്തേരിയും ചാക്കരിയും പാടെ കൂട്ടി എടുത്തുക്കണം കേട്ടോ. രണ്ടും പാടെ കൂട്ടി കഴുകി നമുക്ക് ഇനി അരി തീമട കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിക്കണേ. അപ്പോൾ നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഇനി അവിടെ കിടന്ന് അങ്ങനെ വെന്തോളും. ഇപ്പോൾ തീമട്ടെങ്കിൽ 9 മണിയാകുമ്പോഴത്തേന് പോകണം. അപ്പോഴത്തേന് അതൊക്കെ ആവുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് ചോറ് ചെയ്യുമ്പോൾ കേട്ടോ. ഇനി അതവിടെ കിടന്ന് വേകട്ടെ. പിന്നെ നമുക്ക് എന്താട്ടാ ക്യാബേജ് ഉണ്ടായിന്, ആ ക്യാബേജും കൂടി ഒന്ന്
അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ക്യാബേജാണ്, അത് മൊത്തം നമുക്കൊന്ന് അരിഞ്ഞ് എടുക്കണം. അപ്പം അതിൻ്റെ മേലുള്ളതൊക്കെ ഒന്ന് ചെത്തിയെടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും അത് ഫുള്ളായിട്ടൊന്നും ഇപ്പോൾ വേണ്ടി വരില്ല. അപ്പം നമുക്കൊരു പകുതി നമുക്ക് എടുക്കാം, പകുതി നമുക്ക് എന്താട്ടാ നാളെ എടുക്കാം. അങ്ങനെ കുറേ വെച്ച് ഇങ്ങനെ പീങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ. നന്നായിട്ട് വെച്ചാൽ ഒരു പുറ്റിക്കാരം, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല തിന്നാൻ. അത് എന്ത് സാധനമായാലും അങ്ങനെ തന്നെയാണ്, കുറേ വെച്ചാലും ഒരു രസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ തേങ്ങ ഇതൊന്നും ഞാൻ ചതച്ചിട്ടില്ല കേട്ടോ. തേങ്ങ ഒക്കെ ചിരണ്ടിയിട്ടിക്കാണ്, അതേമാതിരി പച്ചമുളക് അരിഞ്ഞിട്ടിക്കാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിക്കാണ്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുഴച്ച് കാണ്ടാണ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചോറൊന്ന് വെന്തുക്കണോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറാക്കണ് ഇങ്ങനെ വേവണുണ്ട്. പിന്നെ നമ്മൾ കാബേജ് വെക്കാൻ കടുക് പൊട്ടിച്ചു, കരിയേപ്പിട്ടു, പിന്നെ നമ്മളെ കാബേജൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ കാബേജും അടുപ്പത്തേക്കണം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ആ മഞ്ഞൾപ്പൊടി. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒക്കെപ്പാടിട്ട് കുഴക്കലാണ്, ഇന്നിപ്പോൾ കുഴച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്തിക്കാണ് കേട്ടോ. ഇനി ഇളക്കി കൊടുത്തിക്കാണ്ട് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ആ മഞ്ഞളും ഉപ്പും ഒക്കെ തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തേക്കും അയക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ തുറന്ന് നോക്കിക്കാണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അങ്ങനെ ഇതാക്കണേ, അതൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ചായ അടിച്ചാനിരുന്നേക്കണേ. അങ്ങനെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇതായപ്പോത്തിന് നമ്മളെ ചോറ് വെന്തുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ചോറ് ഊറ്റിയെടുക്കണം, പിന്നെ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മീൻ വാങ്ങിയേക്കണ്, അപ്പോൾ കിളിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് മീൻ. അപ്പോൾ അത് ഞാൻ ഒരു ചട്ടിയിലെടുത്ത് വെച്ചിക്കണം. അപ്പോൾ നമുക്ക് ഇന്നൊക്കെ ഇല്ലാണ്ട് പൊരിച്ചെടുക്കാം, നാളേക്കൊക്കെ ഇല്ലാണ്ട് മാറ്റിയും വെക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്തുക്കണം കേട്ടോ. ഞാൻ അത് നന്നാക്കിയിട്ട് നമുക്ക് എന്താട്ടാ പൊരിച്ചണം. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുക്കുകയാണ്. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിക്കണം കേട്ടോ. പിന്നെ മീനൊക്കെ നന്നാക്കി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഇട്ടുകൊടുത്തിട്ട് നമുക്ക് എന്താട്ടാ നല്ലോണം കുഴച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് സുർക്കയും പറഞ്ഞ് കൊടുക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് കുഴക്കണം. അപ്പോൾ നമുക്ക് മീനൊക്കെ ഒന്ന് വരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ കിളിമീൻ നല്ല രസമാണല്ലേ പൊരിച്ചാൽ. അപ്പോൾ ചാറ് ഞാൻ അതുവരെയും വെച്ച് നോക്കിയിട്ടില്ല, രസം ഉണ്ടാവില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിലൊക്കെ കയറ്റിതാത്ത വന്നപ്പോൾ പറഞ്ഞ് എന്ത് ചാറ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കിളിയേനി. അപ്പോൾ പറഞ്ഞു കിളിമീൻ ചാറ് വെച്ചാൽ രസം ഉണ്ടാവും ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല രസമാണ്, ഇനി ഒന്ന് വെച്ച് നോക്കേണ്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് കിളിമീൻ ഇനി ഒന്ന് ചാറ് വെച്ച് നോക്കണം, എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയാലോ. അപ്പം എണ്ണയൊക്കെ ചൂടായിട്ട് നമ്മൾ മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഓന് കൊണ്ടുപോകും ചേച്ചാ. അങ്ങനെ നമ്മൾ മീനൊക്കെ ചട്ടിയിലിട്ടിക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായാൽ തന്നെ നല്ല ഉസ്സാറായിട്ട് കിട്ടും കേട്ടോ നമ്മളെ മീൻ മറിച്ചിടാൻ. അപ്പോൾ ഇതാക്കണേ. അപ്പോൾ ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഇതാക്കണേ നമ്മൾ മറിച്ചിടുന്നുണ്ട്. അപ്പം അങ്ങനെ മീൻ 2 ഭാഗവും വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് തിരിച്ചാണ്ട് ഓഫാക്കി വെക്കാം. അപ്പം അങ്ങനെ ചോറും വെച്ച് ഊറ്റിക്കണേ, ഉപ്പേരിയായി മീനുമായി. ഇനി ഓന് ചോറ് നമുക്ക് പാത്രത്തിലാക്കി കൊടുക്കാം. അപ്പം അങ്ങനെ ചോറ് ഇതാക്കണം, ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെല്ലുത്തേരിയും ചാക്കരിയും പാടിട്ടാണ്. നെല്ലുത്തേരി ഒറ്റക്ക് ഇട്ടാൽ മക്കൾക്ക് പറ്റൂല. അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തിന്നോളും. ഇപ്പം ഇത് നെല്ലുത്തേരിയാണെന്ന് അറിയാനല്ല, രണ്ടും പാടെ കൂട്ടിയിട്ടുകൊണ്ടാണ് കേട്ടോ അറിയാത്തത്. പിന്നെ നമ്മൾ കാബേജ് ഉപ്പേരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നിറച്ച് കൂട്ടാൻ വേണം കേട്ടോ. കാബേജ് ഉപ്പേരിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചാണ് ഒന്ന് ചോറിൻ്റെലേറെ വേണ്ടിയത് കൂട്ടാനാണ്. ഞാനിങ്ങനെ ഇട്ടപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഇടിമാ. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ എന്താ ഇപ്പോൾ ചോറിൻ്റെലേറെ കൂടുതൽ ഇപ്പോൾ കൂട്ടാനാണല്ലോ, ജത്ത കൂട്ടാനാ വളർച്ച തിന്നണോ ചോദിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടോ അട്ടിപ്പാത്രം നിറച്ചു കഴിഞ്ഞിട്ട് ഇനി കൂടുതലുണ്ട് അറിയിച്ചാൽ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ നിരത്തിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കാബേജ് ഉപ്പേരി ഇട്ട് കൊടുത്തു, അതേമാതിരി 2-3 മീനും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ ഓനില്ല ചോറാക്കി കൊടുത്തിട്ട് ഓനെ പറഞ്ഞയച്ചു. പിന്നെ സനുവിനും മിനുട്ടിനും ഓനെയും പറഞ്ഞേക്കണം. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഇതാക്കണേ ഇന്നിപ്പോൾ ചാറ് എന്താ നോക്കിയെന്നപ്പോഴാണ് ഇന്ന് നമ്മൾ ചാറ് എന്താണ് തുകൻ്റെ ഇലയാണ് കേട്ടോ. തുകൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ ഉപ്പേരി വെച്ചിരുന്നല്ലോ. അപ്പം ഞാൻ കരുതി ഉപ്പേരി വെച്ചപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പം ഇനി താളിച്ചോല് എങ്ങനെ ഉണ്ട് നമുക്ക് അറിയില്ലല്ലോ. അപ്പം നമുക്ക് താളിച്ചൊന്ന് നോക്കാം മക്കളെ. അങ്ങനെ നമ്മളൊന്ന് താളിച്ചാൽ വേണ്ടി തുക അങ്ങനെ നുള്ളുകയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തുക എറിഞ്ഞിട്ട് അവിടെ ഇവിടെ ഒന്നും കാണാനായിട്ട് നമ്മൾ റോട്ടിൽ കണ്ട് ഇറങ്ങിയിരിക്കണേ.
പിന്നെ നമ്മൾ മൂത്തച്ഛൻ്റെ പോയി നോക്കുമ്പോൾ അവിടെയുണ്ട്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നുള്ളി പൊറുക്കിക്കാണ്ട് ഏതായാലും കുറച്ച് തുകൻ്റെ ഇലയും കിട്ടിയിരിക്കണം നമുക്ക്. ഇനി അത് നല്ലോണം ഒന്ന് കേകി എടുക്കണം കേട്ടോ. മണ്ണും ചളിയൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഒക്കെ പോയിക്കോട്ടെ. അപ്പം നമുക്കുണ്ടല്ലോ ഇതൊക്കെ തന്നെ ഇനിയാളെ പണ്ടത്തെ ആൾക്കാരെ കൂട്ടാനൊക്കെ. പക്ഷേങ്കിൽ ആ ഒരു കൂട്ടാനൊക്കെ തിന്നുകൊണ്ട് തന്നെയാണ് ഓൽക്കൊക്കെ നല്ല ആരോഗ്യവും വെജായും കൊണക്കോടും ഒന്നുമില്ല. ഇനി ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് ആസ്പത്രിയിൽ നിന്ന് നീച്ചാൻ ഒഴിവില്ല. എപ്പോൾ നോക്കിയാലും ആസ്പത്രിയിലാണ്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ലല്ലോ. വെജായില്ല, കൊണക്കടില്ല, ഓൽക്കൊരു കാലുവേദന അല്ല, കജ്ജുവേദന അല്ല, ഉരവേദന അല്ല, ഒന്നുമില്ല. അതൊക്കെ ഓല ഭക്ഷണ രീതിയാണ്. നമുക്കിപ്പം നെയ്ച്ചോറും കോഴിയും ബിരിയാണിയും ഒക്കെ ആയിട്ട് മീനില്ലാച്ചെങ്കിൽ ചോറിറങ്ങൂല. കുട്ടികൾക്കും അങ്ങനെ തന്നെ ഇപ്പം ബ്രോസ്റ്റായിട്ടും അൽഫാമായിട്ടും ഷവർമ്മയായിട്ടും അങ്ങനെയൊക്കെ. ഇനി പണ്ട് അങ്ങനത്തതൊന്നുമില്ല. ഇപ്പം തീറ്റ കൂടിയോണ്ടാണ് വെജായും കൊണക്കടും വിട്ട് മാറാത്തത്. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിക്കണേ. ഇതൊക്കെ ഉണ്ടല്ലോ ചീരാപ്പറങ്കിമുളക് കാണിച്ചെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ നമുക്ക് ചീരാപ്പറങ്കിമുളകൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് നമ്മളെ ഉണ്ടമുളക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ വെളുത്തുള്ളി ഇട്ടോ. ഞാൻ ജീരുള്ളി ഒന്നും ഇട്ടിട്ടില്ല, വെറും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വരട്ടെ. അപ്പോൾ ഇതിന് ഞാൻ എന്താട്ടി കഞ്ഞിൻ്റെ തെളി കണ്ട് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഊറൽ വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം താളിച്ചത്. അതിന് തക്കാളി ആയാലും പപ്പടമായാലും മുരിങ്ങ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു പച്ചവെള്ളത്തിൽ താളിച്ച മാതിരിക്കാരം. അപ്പോൾ അതിൻ്റെ ഊറലിട്ടിട്ടാണ്ട് താളിച്ചു. ഇനി നമുക്കതങ്ങോട്ട് പാർന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ മാണ്ടി വരുമല്ലേന്നൊന്നും നമുക്ക് പറയാൻ കൂടിയാടില്ല. അപ്പോൾ പിന്നെ ഇതാക്കണേ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഇനി. അപ്പോൾ ഇതാക്കണേ നല്ലോണം തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ തുകൻ്റെ എല്ലാം ഇട്ട് കൊടുക്കട്ടെ. അതിക്ക് ഇനി അത് അങ്ങോട്ട് തിളച്ച് വരട്ടെ. ഉണ്ടാക്കാത്തോലും വെച്ചെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. താളിപ്പും ഉപ്പേരിയൊക്കെ അത് ചൊറിയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല തന്നെയാളെ. അത് അപ്പത്തെ ചൊറിച്ചിലുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ചൊറിയെന്നില്ല പേടിയാണെന്ന് വെച്ചാൽ കവറൊക്കെ ഇട്ടുകാണ്ട് കുറച്ചോളൂ. ഇപ്പോഴാണെങ്കിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരുപാട് ഇങ്ങോട്ട് ഉണ്ടായിക്കണേ തുകൻ്റെ ഇല. അപ്പം മാണ്ടിയോലൊക്കെ ഒന്ന് പറിച്ചുണ്ടാക്കിക്കോളണ്ടി. ഉണ്ടാക്കിയാൽ ഒരു നഷ്ടവും വരില്ല. അത്ര രസമാണ്. അതെല്ലാം ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇതന്നെയൊക്കെ വെച്ച് തിന്നിനിയത്. അതുകൊണ്ടാണ്. അപ്പം ഇനി വെക്കാത്തോല് വെച്ച് നോക്കണ്ടി. ഒരിക്കലും നഷ്ടമാവില്ല. എന്നിട്ട് വെച്ചോലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ട്. അപ്പോൾ ചീരപ്പേര് വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു കമൻ്റ് ഉണ്ട് നമ്മൾ നല്ല അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം ഇനി ഇതും കൂടി ഒന്ന് താളിച്ച് നോക്കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണേ ആ ഇല ഒന്ന് തിന്ന് നോക്കുകയാണ് കേട്ടോ, വെന്തിക്കണോ ഇല്ലേ നോക്കി. അപ്പോൾ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വെന്തിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും തുകൻ്റെ അല്ലേ ചൊറിയിലേ. ഇനിയാളെ വെന്ത് കഴിഞ്ഞാൽ ഒരു ചൊറിച്ചിലും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ ചാറും റെഡി ആയിക്കണം കേട്ടോ. അപ്പം ഇന്ന് കാബേജ് ഉപ്പേരിയും തുകൻ്റെ അല്ല താളിച്ചതും അതേമാതിരി മീൻ പൊരിച്ചതുമാണ്. അങ്ങനെ ഉച്ച അയക്കണ്. അപ്പോൾ ഇതാ നമ്മൾ ചോറ് വെച്ചാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പം നമ്മളെ കാബേജ് ഉപ്പേരി ഇട്ടോ, നമ്മളെ തുകൻ്റെ അല്ല താളിച്ചതും എന്താണ് അതിൻ്റെ ഒരു ചൊറുക്കിലെ ആ വെള്ള മുത്തു പോലത്തെ അരിമണിക്കുണ്ടല്ലോ നമ്മളെ പച്ചയും മഞ്ഞയും ഒക്കെ ആയിട്ടില്ലത് പറഞ്ഞ് അങ്ങോട്ട് തിന്നാണ്ടല്ലോ മീൻ കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ചോറ് നമുക്ക് വേവിച്ചാൽ. അപ്പോൾ ആ പച്ചമുളക് അങ്ങോട്ട് നിരണ്ടി ഇങ്ങോട്ട് കുഴച്ചാണ് വേവിച്ചാണ്ടല്ലോ. എൻ്റെ മക്കളെ ഒരു കൂട്ടാനും വേണ്ട. വെറുതെ അല്ല പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ നുള്ളിക്കാണ്ടൊക്കെ ചാറൊക്കെ വെച്ച് കാണ്ട് ചോറ് കഴിച്ചത്. അത്രക്കും രസമാണ്, തടിക്കും കേടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. നാളെ വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.